നമസ്കാരം. എപ്പിസോഡ് 7 സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനാണ്. അതായത് ഡൂവിൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡൂവിൻ്റെ വെർബാണ്. അതായത് ഡൂ എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനാണ് നമ്മൾ ഡൂ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസാണ് നോക്കിയത്. ഞാൻ കുറച്ച് ഗ്രാമറിലോട്ടാണ് കയറിയത്. സോ ഇതൊന്നും കേട്ട് പേടിക്കണ്ട. ഇത്രയേ ഉള്ളൂ. ആ എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഡൂ ഉപയോഗിച്ചുള്ള എല്ലാ സംഭാഷണങ്ങളും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അതേപോലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൂവിൻ്റെ നൗണാണ്. അതായത് ഡൂ വെച്ച് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡൂ വെച്ച് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കും. അത് നിങ്ങൾ വായിച്ച് റിവൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഗ്രാമർ സെക്ഷൻ എന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ ഗ്രാമർ സെക്ഷൻ. ഇതങ്ങ് പഠിക്കുക. ഇത് അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി വെച്ച് റിവൈസ് ചെയ്യുക. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡൂ വെച്ച് ഡെയിലി നിങ്ങൾ കേൾക്കുന്നതാണ് ഡൂ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഡെയിലി ലൈഫിൽ. അത് തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ സെക്ഷനിലോട്ട് പോകുന്നുണ്ട്. ഒരു അഡ്വൈസ്: ഇംഗ്ലീഷ് ധൈര്യമായിട്ട് സംസാരിക്കുക. ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ് വെച്ച് നിങ്ങൾ ഇംഗ്ലീഷ് ധൈര്യമായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുക. ഞാൻ പറയുന്ന ഇംഗ്ലീഷ് തെറ്റിപ്പോകുമോ, തെറ്റാണോ, അങ്ങനത്തെ ഉള്ള ഒരു വിചാരവും ഒരു നെഗറ്റീവ് തോട്ടും നിങ്ങളുടെ മൈൻഡിൽ വെക്കരുത്. അങ്ങനെ വെച്ചാൽ നിങ്ങൾ ഒരിക്കലും സംസാരിക്കത്തില്ല. നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവരെ നിങ്ങൾ മാറ്റി നിർത്തുക. നിങ്ങൾ പൊട്ട ഇംഗ്ലീഷ് ആയാലും ശരി, നിങ്ങൾ നിങ്ങളുടെ വർക്ക് സൈറ്റിലാണെങ്കിലും നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും യൂസ് ചെയ്യുക. ആരൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം ആ തെറ്റ് പറഞ്ഞ് പഠിക്കണം. തെറ്റായാലും കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞ് ഭാവിയിൽ നിങ്ങൾ തന്നെ അത് ശരിയാക്കുന്നതായിരിക്കും. നിങ്ങൾ ഭാവിയിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലേ മറ്റുള്ളവർ റീപ്ലൈ തരത്തുള്ളൂ. അതും ഇംഗ്ലീഷാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ആ ചിന്തയാണ് പിന്നീട് നിങ്ങളെ പിന്നെയും ആ ഭാഷ പഠിക്കാൻ സഹായിക്കുന്നത്. സോ ഒരു തെറ്റ് ഞാൻ പറയുന്നത് തെറ്റല്ലേ എന്ന് വിചാരിച്ച് ഒരിക്കലും പുറകോട്ട് നിൽക്കരുത്. നിങ്ങൾ ഇംഗ്ലീഷ് കൊണ്ട് നിങ്ങൾ പറയണം. നമ്മുടെ കോൺഫിഡൻസാണ് എല്ലാവരും നോക്കുന്നത്. നമ്മുടെ ഇംഗ്ലീഷിലെ ഗ്രാമറോ നമ്മുടെ അറിവുകളോ ഒന്നുമല്ല. സോ നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ചാൽ നിങ്ങൾ ഏത് സ്ഥലത്താണോ നിങ്ങൾക്ക് സംസാരിക്കേണ്ട സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും സംസാരിക്കണം. സോ നമുക്ക് ഇന്നത്തെ സെക്ഷനിലോട്ട് പോകാം. ഇന്നൊരു കുറച്ച് 10-20 സെൻറ്റൻസുകളുണ്ട്. ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും പറയുന്നത്. വേർഡ് വായിച്ച് അതിൻ്റെ അർത്ഥം പെട്ടെന്ന് പറഞ്ഞായിരിക്കും പോകുന്നത്. നിങ്ങൾ ഇതേപോലെ അത് പഠിക്കുക. ഓരോ സെൻറ്റൻസിൻ്റെ അർത്ഥം ഇതിൻ്റെ അടിയിൽ ഞാൻ എഴുതുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ആശയം പഠിച്ച് പോവുക. ഓരോ സെൻറ്റൻസ് അതിൻ്റെ അർത്ഥം പറയും. അപ്പോൾ ഇതിന് ഞാൻ പറയുന്ന അത് അർത്ഥം പറയുന്നത് ഞാൻ പത്തനംതിട്ടക്കാരനാണ്. അതിലോട്ട് ഞാൻ പഠിച്ച എൻ്റെ മലയാളത്തിലോട്ടാണ്. ഇത് കേൾക്കുന്നത് തൃശ്ശൂർക്കാരും തിരുവനന്തപുരംകാരും മറ്റുള്ളവരും ഉണ്ട്. അപ്പോൾ നിങ്ങളിത് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ മലയാളം പഠിച്ചു ആ ഒരു ആശയത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന ആശയത്തിലോട്ടാക്കണം. സോ നമുക്ക് കിടക്കാം. ഫസ്റ്റ് വേർഡ് ഡു യു ലവ് മീ. ഡു യു ലവ് മീ എന്ന് വെച്ചാൽ എന്നെ നീ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ ധൈര്യമായിട്ട് ഇത് പറഞ്ഞു പോകണം. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു പോകണം. ഡു യു ലവ് മീ എന്ന് വെച്ചാൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത് ഡു യു നോ ഹിം. നിനക്ക് അവനെ അറിയാമോ. ഡു യു നോ ഹിം എന്ന് വെച്ചാൽ നിനക്ക് അവനെ അറിയാമോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഡു യു വാണ്ട് ടു ഗോ അല്ലെങ്കിൽ ഡു യു വാണ ഗോ. ഡു യു വാണ ഗോ എന്ന് അമേരിക്കൻ ഇംഗ്ലീഷാണത്. ഡു യു വാണ്ട് ടു ഗോ എന്ന് പകരം ഡു യു വാണ ഗോ എന്നാണ്. അതായത് വാണ്ട് ടുവിനെ അവർ വാണാന്ന് ആണ് അമേരിക്കക്കാർ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. ഗ്രാമാറ്റിക്കൽ എഴുതുമ്പോൾ അവർ ഉപയോഗിക്കാറില്ല. അവർ നോർമലി നാച്ചുറലായിട്ട് സംസാരിക്കുന്ന അങ്ങനെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ പുറത്ത് കൂടുതലും വാണ്ട് ടുവിന് പകരം ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വാണ ഡു യു വാണ ഗോ, ഐ വാണ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. അതേപോലെ ഡു യു ഹിയർ മീ എന്ന് വെച്ചാൽ നിനക്ക് എന്നെ കേൾക്കാമോ എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് എന്നെ കേൾക്കാമോ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഡു യു നോ ഹിം, നിനക്ക് അവനെ അറിയാമോ. ഡു യു ലൈക്ക് മ്യൂസിക്, നിനക്ക് മ്യൂസിക് ഇഷ്ടമാണോ. ഡു യു ഹാവ് എ പെറ്റ്, നിനക്ക് വളർത്തുമൃഗം എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പെറ്റ് വല്ലതും ഉണ്ടോ, പൂച്ചയോ പട്ടിയോ എന്തെങ്കിലും ഉണ്ടോ. ഡു യു ഹാവ് എ കാർ, നിനക്കൊരു കാറുണ്ടോ. അപ്പോൾ ഞാനീ പറഞ്ഞു പോകുമ്പോൾ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ നോക്കണം. ഡു യു ഹാവ് എ കാർ, ഹാവ് എന്ന് പറയുമ്പോൾ കാർ ഉണ്ടോ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. ഡു യു ഹാവ് എ കാർ, ഡു യു ഹാവ് എ പെറ്റ്, ഡു യു ലൈക്ക് മ്യൂസിക്, ഡു യു നോ ഹിം. നോക്കണം. ഈ വേർഡുകളൊക്കെ നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾ റിവൈസ് ചെയ്യണം. ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞ സെൻസ് മൈൻഡിൽ ഓർത്ത് വെച്ചാൽ മതി. എഴുതി വെച്ചാൽ നമ്മൾ മലയാളം അർത്ഥം അതേപോലെ എഴുതി വെച്ചാൽ നമ്മുടെ മൈൻഡിലോട്ട് കയറത്തില്ല. ഞാനിപ്പോൾ പറഞ്ഞത് ഓർത്ത് വെക്കുക, ഇംഗ്ലീഷിൽ എഴുതി വെക്കുക. നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കാൻ നേരത്തെ അത് ഓർത്താൽ ഓക്കെ, നിങ്ങളതിൻ്റെ ആശയം നിങ്ങൾ തന്നെ ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിൽ അത് പതിക്കുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഒരു ബൈഹാർട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കറക്റ്റായിട്ട് നിങ്ങൾ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കും. നമുക്ക് സെൻറ്റൻസിലോട്ട് കിടക്കാം. അതേപോലെ ഡു യു ലൈക്ക് ടെന്നീസ്, ഡു യു ലൈക്ക് കുക്കിംഗ്. ഡു യു ലൈക്ക് ടെന്നീസ് എന്ന് പറഞ്ഞാൽ ടെന്നീസ് കളി ഇഷ്ടമാണോ എന്ന്. ഡു യു ലൈക്ക് കുക്ക് ചെയ്യുന്നത് ഇഷ്ടമാണോ.
ഡു യു ഹാവ് എ ബ്ലാങ്കറ്റ്, നിൻ്റെ കയ്യിൽ ബ്ലാങ്കറ്റ് ഉണ്ടോ? ഡു യു ഹാവ് നിൻ്റെ കയ്യിൽ ബ്ലാങ്കറ്റ് ഉണ്ടോ? ഡു യു ഹിയർ സംതിങ്, നീ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഡു യു ഹിയർ സംതിങ് എന്ന് വെച്ചാൽ എന്തെങ്കിലും സൗണ്ട് പുറത്തുനിന്ന് കേൾക്കുന്നു. ഡു യു ഹിയർ സംതിങ് നമ്മൾ ചോദിക്കാറില്ലേ? ഡു യു ഹിയർ സംതിങ്. അത് നിങ്ങളുടെ എന്തെങ്കിലും എക്സ്ട്രാ പൈസ ഉണ്ടോ? ഡു യു ഹാവ് എനി മണി, ഡു യു ഹാവ് എനി മണി, നിൻ്റെ കയ്യിൽ എന്തെങ്കിലും കാശുണ്ടോ? ഡു ഐ നീഡ് ടു ട്രാൻസ്ഫർ, ഞാനത് അയക്കണം. ഡു ഐ നീഡ് ടു ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ഞാൻ ആ പൈസ എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്യണോ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് ഡു യു നോ ഹൂ ഹീ ഈസ്, നിനക്കറിയാമോ അത് ആരാണെന്ന് എന്നാണ് അയക്കുന്നത്. ഡു യു നോ, നിനക്കറിയാമോ ഹൂ ഹീ ഈസ്, അവൻ ആരാണെന്ന് നിനക്കറിയാമോ? ഡു യു ലൈക്ക് ടു ട്രാവൽ, നിനക്ക് ട്രാവൽ ചെയ്യുന്നത് ഇഷ്ടമാണോ? ഡു യു നീഡ് ദിസ് ബുക്സ്, നിനക്ക് ഈ ബുക്ക് ആവശ്യമുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഡു ഇറ്റ് വെൻ യു ഹാവ് ടൈം, നീ ഇത് ഒരു പ്രവൃത്തിയാണ്, ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പ്രവൃത്തി. ഡു ഇറ്റ് വെൻ യു ഹാവ് ടൈം, ഡു ഇറ്റ് വെൻ യു ഹാവ്, നിനക്ക് സമയമുള്ളപ്പോൾ നീ അത് ചെയ്യുക. ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ഇതൊരു വേർഡാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഡൂവിൻ്റെ ഒരു സെൻറ്റൻസാണിത്. ഇവിടെ ഡു വന്നിരിക്കുന്നത് ഒരു പ്രവൃത്തിയുടെ ഒരു ആശയത്തിലാണ്. ഡു ഇറ്റ് വെൻ യു ഹാവ് ടൈം, നിനക്ക് സമയമുള്ളപ്പോൾ നീ അത് പ്രവൃത്തി ചെയ്യുക. ഇത് ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് പഠിച്ചില്ല, ആ ഡൂവിൻ്റെ ഫോം കണ്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഡു യു നോ ഹൗ ടു ഡ്രൈവ്, നിനക്കറിയാമോ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതെന്ന് ആണ് അതിൻ്റെ അർത്ഥം. ഡു യു നോ വെയർ ഷീ ഈസ്, അവൾ എവിടെയാണെന്ന് നിനക്കറിയാം. ഡു യു നോ, നിനക്കറിയാമോ വെയർ ഷീ ഈസ്, അവൾ എവിടെയാണെന്ന്. വെയർ ഷീ ഈസ്, അവൾ എവിടെയാണ്. ഡു യു നോ വെയർ ഷീ ഈസ്, അവൾ എവിടെയാണെന്ന് നിനക്കറിയാമോ? ഡു യു നോ ഹൂ ദേ ആർ, നിനക്കറിയാമോ ഹൂ ദേ ആർ, ഹൂ ദേ ആർ അവരാരാണെന്ന് നിനക്കറിയാമോ? ഹൂ ദേ ആർ, അവർ ആരാണെന്ന്. ഇതെന്ന് വെച്ചാൽ അവർ, ഹൂ അവർ. ഡു യു നോ ഹൂ ദേ ആർ, അവർ ആരാണെന്ന്. ഹൂ എന്ന് വെച്ചാൽ ആര്. ഡു യു നോ ഹൂ ദേ ആർ. അടുത്തത് നമ്മൾ ഡെലിവറി ബോയ്സിൻ്റെ ഒക്കെ ഡെലിവറി ബോയിയുടെ അടുത്തും നമ്മൾ ആമസോണിലൊക്കെ ഓർഡർ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ അവരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ഡു യു ഡെലിവർ ഓൺ സൺഡേ, നിങ്ങൾ സൺഡേ ഡെലിവർ ചെയ്യുമോ? ഡു യു ഡെലിവർ ഓൺ സൺഡേസ്, ഡു യു ഡെലിവർ ഓൺ സൺഡേസ്. ഇതൊക്കെ എഴുതിയിട്ട് നിങ്ങൾ റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ അടുത്ത സെൻറ്റൻസ്, ഡു യു ഹാവ് എ ബെറ്റർ ഐഡിയ, നമുക്കൊരു നല്ല ഐഡിയ ഉണ്ട് നിൻ്റെ കയ്യിൽ. സാധാരണ മറ്റു നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കാറുണ്ട്, ഡു യു ഹാവ് എ ബെറ്റർ ഐഡിയ. അതേപോലെ ഡു യു ഹാവ് എ വൺ ഡേ ടൂർ, നമ്മൾ ടൂർ ഓപ്പറേറ്റർ ഏതെങ്കിലും ടൂർ ഓപ്പറേറ്റർ ഓഫീസുകളിലൊക്കെ വിളിച്ച് നമ്മൾ ചോദിക്കുന്നത്, ഡു യു ഹാവ് എ വൺ ഡേ ടൂർ, വൺ ഡേ ടൂറിനുള്ള പ്ലാനിങ്ങുകളുണ്ടോ, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഡു യു അക്സെപ്റ്റ് ക്രെഡിറ്റ് കാർഡ്, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യുമോ? ഡു യു അക്സെപ്റ്റ്, ഷോപ്പുകളിലൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യനാണ്, ഡു യു അക്സെപ്റ്റ് ക്രെഡിറ്റ് കാർഡ്. ഡു യു ചാർജ് ഫോർ ഡെലിവറി, നിങ്ങൾ ഡെലിവറിക്ക് ചാർജ് എടുക്കുമെന്നാണ് അർത്ഥം. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന കടകളിലൊക്കെ ഡു യു ചാർജ് ഫോർ ഡെലിവറി, നിങ്ങൾ ഡെലിവറിക്ക് നിങ്ങൾ ചാർജ് എടുക്കുമോ? ഡു യു ഹാവ് എനി കംപ്ലയിൻസ്, അവർ നമ്മളോട് സ്ഥിരം ചോദിക്കാറുള്ളത്, ഡു യു ഹാവ് എനി കംപ്ലയിൻസ് എന്ന് അവർ സ്ഥിരം നമ്മളോട് ചോദിക്കും. ഡു യു ഹാവ് എനി കംപ്ലയിൻസ്, എന്തെങ്കിലും കുറ്റങ്ങളോ പരാതികളോ വല്ലതും ഉണ്ടോ എന്ന് അവർ സ്ഥിരം അവരോട് നമ്മളോട് ചോദിക്കാറുള്ളതാണ്. ഡു യു ഹാവ് എനി കംപ്ലയിൻസ്. അതേപോലെ വേറെ ക്വസ്റ്റ്യൻ, ഡു യു നോ വെയർ ഹീ ലീവ്സ്, അവൻ എവിടെ താമസിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഡു യു നോ വെയർ ഹീ ലീവ്സ്, അവൻ എവിടെ താമസിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെൻറ്റൻസ്. വളരെ ഒരുപാട് സെൻറ്റൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വളരെ സ്പീഡിലെടുത്തത്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ആശയം പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിതെല്ലാം ഒരു പേപ്പറിൽ എഴുതിയിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ സെൻറ്റൻസുകൾ പേപ്പറിൽ ഡെയിലി റിവൈസ് ചെയ്ത് പോവുക. വളരെ ഈസി ആയിട്ട് കുറച്ച് എപ്പിസോഡ് കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ നിങ്ങൾ ഇംഗ്ലീഷ് ധൈര്യമായിട്ട് സംസാരിക്കുക. മറ്റുള്ളവരെ ഒന്നും നോക്കരുത്, കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുക. സോ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കുറച്ച് റാൻഡം ഇംഗ്ലീഷ് സംഭാഷണങ്ങളായിരിക്കും പഠിക്കുന്നത്. ഇതേപോലെ കണ്ടിന്യൂഷനുള്ള സം റാൻഡം വേർഡ്സ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സം റാൻഡം വേർഡ്സാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.